സീതാദേവിയെ അന്വേഷിക്കുന്നതിനായി എത്തിച്ചേരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും സുഗ്രീവൻ വരാതിരുന്നപ്പോൾ കോപിഷ്ഠനായ ലക്ഷ്മണസ്വാമി കിഷ്കിന്ധയിൽ പോയി. അപ്പോൾ സുഖലോലുപനായി ഇന്ദ്രിയാസ്വാദനത്തിൽ മുഴുകിയിരുന്ന സുഗ്രീവനെ ഹനുമാൻ സ്വാമി വിളിച്ചുണർത്തുകയും പല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. നിലവിലുള്ള സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി സുഗ്രീവന് പറഞ്ഞുകൊടുത്തു. എത്രയും പെട്ടെന്ന് തന്നെ സുഗ്രീവൻ ബുദ്ധിപരമായി താരയെ ലക്ഷ്മണസ്വാമിയുടെ അടുത്തേക്ക് അയച്ചു. ലക്ഷ്മണസ്വാമി ബ്രഹ്മചര്യവ്രതത്തിലായതിനാൽ സ്ത്രീകളെ മുന്നിൽ കാണുമ്പോൾ പതിയെ പിന്നിലോട്ട് മാറും. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കുറയും. അതിനുവേണ്ടിയാണ് സുഗ്രീവൻ ഇങ്ങനെ ചെയ്തത്. ശേഷം താര പല രീതിയിലുള്ള വാക്കുകളിലൂടെ ലക്ഷ്മണസ്വാമിയെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. താര ലക്ഷ്മണസ്വാമിയോട് പറഞ്ഞു, വാനരന്മാരുടെ സ്വഭാവം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അവർക്ക് ആസക്തികൾ നിയന്ത്രിക്കാൻ പ്രയാസമാണ് എന്ന് കരുതി ശ്രീരാമനോടുള്ള കടമ മറന്നു എന്ന് അങ്ങ് ചിന്തിക്കരുത്. സൈന്യത്തെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ സുഗ്രീവൻ എത്തി മാപ്പ് അപേക്ഷിച്ചു. ലക്ഷ്മണസ്വാമി ശാന്തനായതോടെ സുഗ്രീവൻ സമാധാനിച്ചു. അങ്ങ് വാക്ക് നൽകിയതിന് പ്രകാരം ദേവിയെ അന്വേഷിക്കുന്നതിന് എത്തിച്ചേരേണ്ട സമയം ആഗതമായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് രാമൻ്റെ അടുത്തെത്തൂ എന്ന് ലക്ഷ്മണസ്വാമി നിർദ്ദേശം നൽകി. ഹനുമാൻ സ്വാമി നിമിഷങ്ങൾക്കകം വാനരന്മാരെ എല്ലാ ദിക്കിലേക്കും അയച്ച് എല്ലാ ദിക്കിൽ നിന്നും വാനരപ്പട കിഷ്കിന്ധയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ലക്ഷക്കണക്കിന് വാനരന്മാരുടെ അകമ്പടിയോടെ എല്ലാവരും ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. വാനര സൈന്യത്തിൻ്റെ വലിപ്പം കണ്ട് ഭഗവാൻ അമ്പരന്നു. വിന്ദൻ, ശതബലി, സുഷേണൻ, അംഗദൻ എന്നീ വാനര പ്രമുഖന്മാരുടെ നേതൃത്വത്തിൽ 4 ദിശകളിലേക്കും ദേവിയെ അന്വേഷിക്കുന്നതിനായി വാനരന്മാരെ അയച്ചു. ഓരോരുത്തരും അന്വേഷിക്കേണ്ട ഭൂമണ്ഡലത്തിലെ ഭാഗങ്ങളെക്കുറിച്ച് സുഗ്രീവൻ വിശദമായി വിവരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഈ ഭൂമണ്ഡലത്തിലെ ഓരോ പ്രദേശത്തെക്കുറിച്ചും വളരെ വ്യക്തമായ അറിവുകളുണ്ടായിരുന്നു. സുഗ്രീവൻ്റെ വിവരണങ്ങളിൽ ഭൂമണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എവിടെയെല്ലാമാണെന്നും അവിടെ എത്തുമ്പോൾ എന്താണ് ഭയപ്പെടേണ്ടതെന്നും എങ്ങനെ അവിടെ മറികടക്കണമെന്നുമുള്ള വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇന്ന് ഭൂമണ്ഡലത്തിൻ്റെ ഘടനയെപ്പറ്റി വായിക്കുന്ന വ്യക്തികൾക്ക് ഇതെല്ലാം കാൽപ്പനികമാണോ എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ വീക്ഷണം എങ്ങനെയാണോ അത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ ലോകമെന്ന് നമ്മൾ കരുതുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന ലോകം 3 ഡയമെൻഷണൽ ലോകമാണ്. എന്നാൽ മുൻ യുഗങ്ങളിലുള്ളവർക്ക് കലിയുഗത്തിലുള്ള നമ്മളെക്കാൾ ഒരുപാട് കഴിവുകളും യോഗ്യതകളും ഉണ്ടായിരുന്നു. അവർ ലോകത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മൾട്ടി ഡയമെൻഷനലായാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനാൽ രാമായണത്തിലും മറ്റു പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൽപ്പനകൾക്ക് അപ്പുറമുള്ളവയാണ്. ഇന്നുള്ളവർക്ക് ലോകം അത്രത്തോളം അക്സസബിൾ അല്ല. അതിനാൽ നമുക്ക് കാണാൻ കഴിയുന്ന പരിമിതിയിൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം സത്യമാണോ എന്ന് പലർക്കും സംശയം ഉണ്ടാകുന്നത്. അംഗദൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ദക്ഷിണ ദിശയിലേക്ക് ദേവിയെ അന്വേഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടു. ഹനുമാൻ സ്വാമിയെ നോക്കി സുഗ്രീവൻ പറഞ്ഞു, വീരവാനര, എനിക്ക് നിന്നിലാണ് പ്രതീക്ഷ. നീ തീർച്ചയായും ദേവിയെ കണ്ടെത്തും. സുഗ്രീവന് ഹനുമാനിലുള്ള വിശ്വാസം കണ്ട് ശ്രീരാമസ്വാമി ഹനുമാന്റെ കയ്യിൽ അങ്കുലീയം ഭഗവാന്റെ അടയാളമായി നൽകുന്നു. എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ദേവിയെ അന്വേഷിക്കാൻ പോയി. ദക്ഷിണ ദിശയിൽ പോയവർ ഒഴികെ മറ്റെല്ലാവരും നിരാശരായി തിരിച്ചെത്തി. ദക്ഷിണ ദിശയിൽ പോയ അംഗദൻ്റെ നേതൃത്വത്തിലുള്ള വാനരന്മാർ പലയിടങ്ങളിലും അന്വേഷിച്ച് ദേവിയെ കണ്ടെത്താനാകാതെ പരാജയപ്പെട്ടു എന്ന് കരുതി വിഷമിക്കാൻ തുടങ്ങി. അതിദുരിതപൂർണമായ അവരുടെ യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നേരം കൊണ്ട് തന്നെ സുഗ്രീവൻ നിശ്ചയിച്ചിരുന്ന തിരിച്ചെത്തുവാനുള്ള കാലാവധി കഴിഞ്ഞിരുന്നു. യാതൊരു വിവരവും ലഭിക്കാത്തതിനാൽ സുഗ്രീവനാൽ വധിക്കപ്പെടുമോ എന്ന് ഭയന്ന് അംഗദൻ വിഷമിച്ച സമയത്ത് ഹനുമാൻ സ്വാമി പല ഉപദേശങ്ങളും നൽകി. സുഗ്രീവൻ മാപ്പ് നൽകുമെന്നും തിരിച്ചു മടങ്ങാമെന്നും ഉപദേശിച്ചു. എന്നാൽ അംഗദൻ അതിനൊരുക്കമല്ലായിരുന്നു. അംഗദൻ പറഞ്ഞു, മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ പോയിക്കോട്ടെ, ഞാനിവിടെ മരണം വരെ ഉപവാസം ഇരിക്കാൻ പോവുകയാണ്. സുഗ്രീവനാൽ മരിക്കപ്പെടുന്നതിലും നല്ലതാണിത് എന്ന് പറഞ്ഞ് അംഗദൻ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞിരുന്ന സമ്പാതി അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭക്ഷണമാക്കുന്നതാണ്. അംഗദൻ ഇത് കേട്ടപ്പോൾ ദേഷ്യത്താൽ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ഇതെന്തൊരു ദുർവിധിയാണ്. ദുഷ്ടയായ കൈകേയിയാണ് ഇതിനെല്ലാം കാരണം. ആദ്യം ആ മഹാനായ ജടായുവിൻ്റെ മരണത്തിന് കാരണമായി, പിന്നെ ബാലിയുടെയും, ഇനി നമ്മുടെയൊക്കെ അന്ത്യം അവളാൽ തന്നെ നടക്കും. സമ്പാതി അപ്പോഴാണ് തൻ്റെ സഹോദരനായ ജടായുവിൻ്റെ മരണത്തെപ്പറ്റി അറിയുന്നത്. ഇത് കേട്ട് സമ്പാതി വാനരന്മാരിൽ നിന്നും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു.
എന്നിട്ട് താൻ ജടായുവിൻ്റെ സഹോദരനാണെന്ന കാര്യം അവരെ അറിയിച്ചു. ചിറക് നഷ്ടപ്പെടാനിടയായ തൻ്റെ ആത്മകഥ വാനരന്മാർക്ക് പറഞ്ഞു നൽകി. ജടായുവും സമ്പാദിയും ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ സൂര്യൻ്റെ അരികിലെത്തിയപ്പോൾ അനുജനായ ജടായുവിന് സൂര്യതാപം സഹിക്കാനാകാതെ ബോധരഹിതനായി. സഹോദരനെ സഹായിക്കുന്നതിനു വേണ്ടി സമ്പാദി തൻ്റെ ചിറകുകളാൽ പൊതിഞ്ഞു പിടിച്ചു. അതിൻ്റെ ഫലമായി സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞു. അദ്ദേഹം താഴെ വീണു, വിന്ധ്യാചലത്തിൽ പതിച്ചു. ഇത് കേട്ട് അംഗദൻ ചോദിച്ചു, അങ്ങ് നമ്മുടെ അഭ്യുദയകാംക്ഷിയാണെങ്കിൽ അങ്ങയ്ക്ക് രാക്ഷസ രാജാവായ രാവണൻ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പോൾ സമ്പാദി മറുപടി പറഞ്ഞു, തെക്കുള്ള സമുദ്രതീരത്തിൽ നിന്നും 100 യോജന അപ്പുറത്താണ് രാവണൻ താമസിക്കുന്ന ലങ്ക. ഞാൻ വിനതയുടെ പുത്രനായ അരുണൻ്റെ മകനാണ്. അതിനാൽ എനിക്ക് 100 യോജന അകലെയുള്ള ആ സുവർണ നഗരം ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. ദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയപ്പോൾ തന്നെ ശ്രേഷ്ഠനായ നിശാകര മുനി നൽകിയ വരം അനുസരിച്ച് സമ്പാദിക്ക് അത്യധികം ശക്തമായ ചിറകുകൾ തിരികെ ലഭിച്ചു. ദേവി എവിടെയാണെന്ന വിവരം ലഭിച്ച വാനരന്മാർ ആഹ്ലാദത്തിലായി. അവർ സമുദ്രതീരത്തെത്തി. എല്ലാവരും ചേർന്ന് സമുദ്രത്തിന് തൊട്ടടുത്തായി നിർണായകമായ ഘട്ടത്തിലിരിക്കുകയാണ്. സമുദ്രത്തിൻ്റെ മറുതീരം കാണാൻ കഴിയുന്നില്ല. ആകാശം അനന്തമായി കിടക്കുകയാണ്. എങ്ങനെയാണ് സമുദ്രം താണ്ടേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ വിഷമിച്ചു. അംഗദൻ മുതിർന്ന വാനരന്മാരോട് ചർച്ച ചെയ്തു. ഏതു വാനരവീരനാണ് 100 യോജന ചാടാൻ ശേഷിയുള്ളത്? ഓരോ വാനരന്മാരും അവരവരുടെ കഴിവുകളെപ്പറ്റി പറഞ്ഞു. എനിക്ക് 10 യോജന ചാടാൻ കഴിയാം, 20 യോജന, 50 യോജന. ഒടുവിൽ ജാമ്പവാൻ പറഞ്ഞു, ഞാൻ വൃദ്ധാവസ്ഥയിലാണ്, പക്ഷേ എനിക്ക് 70 യോജന ചാടാൻ കഴിയും. ഉടനെ അംഗദൻ പറഞ്ഞു, എനിക്ക് 100 യോജന ചാടാൻ കഴിയും, പക്ഷേ തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല. ജാമ്പവാൻ ഹനുമാനെ നോക്കി പറഞ്ഞു, അല്ലയോ വീരവാനര, താങ്കൾ ഈ ദുർഘടം പിടിച്ച പ്രവൃത്തികൾ നിർവഹിക്കുവാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു വ്യക്തിയാണ്. അങ്ങ് എന്താണ് മൗനം പാലിക്കുന്നത്? എല്ലാവരും ഇത് കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്പവാൻ ഹനുമാന്റെ ചരിത്രം എല്ലാവരെയും വർണ്ണിച്ചു കേൾപ്പിച്ചു. ഈ വാനരൻ ജനിച്ചത് തന്നെ വായുപുത്രനായിട്ടാണ്. ജനിച്ച ഉടൻ തന്നെ ഉദയസൂര്യനെ കണ്ട ഹനുമാൻ അതൊരു പഴമാണെന്ന് കരുതി മുകളിലോട്ട് ചാടി. 3000 യോജന ഉയർന്നു പൊങ്ങിയപ്പോൾ ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ ഹനുമാനെ പ്രഹരയേൽപ്പിച്ചു. ഒരു മലയിലേക്ക് ചുഴറ്റിയെറിയുകയും ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ആകുകയും ചെയ്തു. ഇന്ദ്രൻ കാട്ടിയ അതിക്രമത്തിൽ കോപിഷ്ഠനായിത്തീർന്ന വായുദേവൻ വായുവിനെ നിശ്ചലമാക്കി. അതിൽ ആശങ്കയിലായ എല്ലാ ദേവന്മാരും വായുദേവൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അവർ വായുദേവനെ ആശ്വസിപ്പിച്ചു. ബ്രഹ്മദേവൻ ഹനുമാന് വീണ്ടും ജീവൻ കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ എല്ലാ ദേവന്മാരും ഹനുമാൻ ഒരുപാട് ശക്തികൾ നൽകി. കുഞ്ഞായിരുന്നപ്പോൾ പോലും ആരെയും ഭയമില്ലാതിരുന്ന ഹനുമാൻ ഋഷിമാരുടെ ഇടയിൽ പോലും കുട്ടിക്കളികൾ കളിച്ച് വലിയ പർവ്വതങ്ങൾ പൊക്കി പരസ്പരം മാറ്റിവെക്കും. ഇതിലൂടെ ദുരിതത്തിലായ ഋഷിമാർ ചേർന്ന് പറഞ്ഞു, നീ നിന്റെ ശക്തികൾ മറക്കട്ടെ. ആവശ്യഘട്ടത്തിൽ ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നിന്റെ ശക്തികൾ നിനക്ക് ഓർമ്മ വരികയുള്ളൂ. ഇത് കേട്ട ഹനുമാൻ സ്വാമിക്ക് തൻ്റെ ശക്തികൾ ഓർമ്മ വന്നു. ഹനുമാൻ സ്വാമി ശരീരത്തെ 50 ഇരട്ടി വലുതാക്കിക്കൊണ്ട് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ വായുപുത്രനാണ്. എനിക്ക് നിഷ്പ്രയാസം ഈ മഹാസമുദ്രം മറികടക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ എവിടെയും എനിക്ക് പറക്കാൻ കഴിയും. വലിയ പർവ്വതങ്ങളെപ്പോലും പൊടിക്കാൻ കഴിയും. നിമിഷങ്ങൾക്കകം ലങ്കയിൽ എത്തിച്ചേരാൻ കഴിയും. ഇത് കാണുന്നതിനനുസരിച്ച് വാനരന്മാർ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. എല്ലാവരും ഹനുമാന് വിജയം ആശംസിച്ചു. നമ്മൾ നമ്മുടെ കഴിവുകൾ മറന്ന് ഈ സംസാരസാഗരത്തിൽ പെട്ടുഴലുകയാണ്. ജനന മരണ ചക്രത്തിൽപ്പെട്ട നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ദാസരാണെന്നും നമ്മുടെ യഥാർത്ഥ കർത്തവ്യം ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണെന്നും മറന്നു പോയിരിക്കുകയാണ്. എങ്ങനെയാണോ ജാമ്പവാൻ ഹനുമാൻ സ്വാമിയെ കഴിവുകളെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും അത് ഭഗവാന്റെ സേവനം ചെയ്യുവാൻ ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകിയതും, അതുപോലെ നമുക്ക് മുൻപിൽ ആധ്യാത്മിക ഗുരു വരികയും നമ്മുടെ കഴിവുകൾ എങ്ങനെ ഭഗവാന്റെ സേവനങ്ങൾക്കായി ഉപയോഗിക്കാമെന്നുള്ള മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അത് സ്വീകരിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ സംസാരസാഗരം മറികടക്കാനുള്ള ഊർജം ലഭിക്കുന്നു. ഹരേ കൃഷ്ണ.